ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, ട്രംപിൻ്റെ ഈ ടാരിഫ് അവർ പോസ് ചെയ്തുകൊണ്ട് ഞാൻ കേട്ടത് അവർ US ഗവൺമെൻറ് അറൗണ്ട് 75 കൺട്രീസിന് ടാരിഫ് റീനെഗോഷിയേഷനായിട്ട് വിളിച്ചിട്ടുണ്ടെന്നോ. അതിൽ ആദ്യമായിട്ട് പോകുന്നത് വിയറ്റ്നാം, ജപ്പാൻ, കൊറിയ ഇതുപോലത്തെ കൺട്രികളായിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അമേരിക്ക ഏറ്റവും ഈ ടൂൾ ആൻഡ് മെഷീനറീസ് വരുന്നത് മെയിൻലി ജപ്പാനും കൊറിയനും പോലും. അവർക്ക് ഈ ടൂൾ മെഷീനറീസ് വന്നിട്ടില്ലെങ്കിൽ മാനുഫാക്ചറിങ് വളരെ പ്രശ്നമാവും. അതിനുള്ള ടാരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് അമേരിക്കയിൽ ഇപ്പം ഈ ഔട്ട്സോഴ്സിങ് ചെയ്തല്ലോ മോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചറിങ്. അമേരിക്കയിലുള്ള ഈ പ്രോബ്ലംസ് മുഴുവനുണ്ടായ അവർ മാനുഫാക്ചറിങ് ഔട്ട്സോഴ്സിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നതാണ്. അത് അവർ ചൈനയും അമേരിക്കയും മറ്റുള്ള ചില കൺട്രീസൊക്കെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതിന് ശേഷം, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എല്ലാ സ്ഥലത്തേക്കും ഫ്രീ ട്രേഡ് വന്നതിന് ശേഷം ഓൾമോസ്റ്റ് എനി വൺ ക്യാൻ മാനുഫാക്ചർ എനി ഫ്രം എനി കൺട്രി ആൻഡ് സെൽ ദ പ്രോഡക്റ്റ് ടു അതർ കൺട്രീസ് എന്നുള്ളൊരു നിയമം കൊണ്ടുവന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ് വാസ് ക്ലിൻ്റൺ അഡ്മിനിസ്ട്രേഷൻ ടൈം. ആ സമയത്ത് അമേരിക്കയിലെ ഈ സൂപ്പർ റിച്ച് റൺ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഓൾ ഫാക്ടറീസ് ദേ ഷിഫ്റ്റ് ടു ചൈന, വിയറ്റ്നാം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ. ഫോർ എക്സാമ്പിൾ നൈക്കി ഷൂസ് അല്ലെങ്കിൽ അവർ അപ്പാരൽസ്, വലിയ വലിയ അപ്പാരൽസ് ബ്രാൻഡ്സൊക്കെ ഫോറിൻ മാനുഫാക്ചർ തുടങ്ങിയിട്ട് ആൻഡ് ദേ സ്റ്റാർട്ടഡ് സെല്ലിംഗ് അറ്റ് എ ഹൈ ഗ്രോസ് മാർജിൻ ഇൻ അമേരിക്കൻ മാർക്കറ്റ് ആൻഡ് ദേ സോൾഡ് ടു അമേരിക്കൻ പീപ്പിൾ ഓൺലി. സോ അതുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ, മിഡിൽ ക്ലാസ് ആൻഡ് പൂർ ക്ലാസ്, ദേ ബിക്കം വെരി പൂർ ആൻഡ് ദർ ലിവിങ് സ്റ്റാൻഡേർഡ് ബിക്കം താഴ്ന്നു പോയി. അതിനുശേഷം അവർ വളരെ പോവർട്ടിയിലായിപ്പോയി. സോ അത് അമേരിക്കയിൽ വലിയൊരു ഡിസാറ്റിസ്ഫാക്ഷനാണ്. അത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷനിലാണ് ഈ ട്രംപ് ക്യാപ്ചർ ചെയ്തത്. ഈ അവരൊരു ഫ്രസ്ട്രേഷനും അവരൊരു ആങ്കറും അവരെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നപ്പോൾ ട്രംപ് പറഞ്ഞു, വി വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, വി വിൽ ബ്രിങ് ദ മാനുഫാക്ചറിങ് ബാക്ക് ടു അമേരിക്ക ആൻഡ് വി വിൽ പ്രൊവൈഡ് യു ജോബ്സ് ടു ദി റെഡ് നെക്ക് പീപ്പിൾ ഇൻ അമേരിക്ക എന്നുള്ളൊരു സ്ലോഗൻ കൊണ്ടുവന്നു. അതുപോലെ അമേരിക്കൻ്റെ ക്രെഡിബിലിറ്റി ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്ക നയിച്ച മിക്കവാറും വാറ് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഈവൺ മറ്റുള്ള കൺട്രികളിൽ ചെയ്ത വാറുകളൊക്കെ ഫെയിലറായിരുന്നു. അതുമാത്രമല്ല, ഫോളോഡ് ബൈ 9/11 ട്വിൻ ടവർ ബ്ലാസ്റ്റ് വന്നതിന് ശേഷം അമേരിക്ക ലോസ്റ്റ് ഇറ്റ്സ് ക്രെഡിബിലിറ്റി. സോ അറ്റ് ദ സെയിം ടൈം അമേരിക്ക ഈസ് ലൂസിങ് മണി ടു അതർ കൺട്രീസ്. സോ ഇതൊക്കെയാണ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകുക. സോ ദേ ട്രംപ് വാണ്ട് ടു ക്യാപിറ്റലൈസ് ഓൾ ദീസ് തിങ്സ്. That is the one thing. And anyway, it's a big subject. We will talk later. But now I want to tell you about TCS result encouraging അല്ല. അത് കഴിഞ്ഞ തവണയും വലിയൊരു എൻകറേജിങ് ആയിരുന്നില്ല. സോ TCS പക്ഷേ സ്റ്റോക്ക് കുറഞ്ഞിട്ടിരുന്നില്ല. എനിവേ യു ക്യാൻ വാച്ച് ദ മാർക്കറ്റ്. താങ്ക് യു വെരി മച്ച്.